ചീസ് പാഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു ക്രിസ്പി ചിക്കൻ ഫ്രൈ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എൻ്റെ കുട്ടികൾ തന്നെയാണ് അത് പ്രിപ്പയർ ചെയ്യുന്നത്. അവർക്ക് വളരെ പ്രിയപ്പെട്ട ഒരു ഡിഷാണിത്. സോ അവർ തന്നെയാണ് ഇന്ന് അത് ചെയ്യുന്നത്. ഇൻഗ്രീഡിയൻസ്: ചിക്കൻ്റെ കാലല്ലെങ്കിൽ വിങ്സ് 1 കിലോ, കയൻ പെപ്പർ 2 ടീസ്പൂൺ, പപ്രിക്ക 2 ടീസ്പൂൺ, തൈര് 2 ടേബിൾ സ്പൂൺ, മൈദ 5 ടേബിൾ സ്പൂൺ, പുട്ടിൻ്റെ പൊടി 2 ടേബിൾ സ്പൂൺ, പെപ്പർ കുരുമുളക് പൊടി 2 ടീസ്പൂൺ, ഉപ്പ് 2 ടീസ്പൂൺ, എണ്ണ വറുക്കാൻ ആവശ്യത്തിന്. ആദ്യം തന്നെ ചിക്കനിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന ചിക്കനാണ്, അതിലേക്ക് ഒരു ഉപ്പ് ചേർത്തു. പിന്നീട് കുരുമുളക് പൊടിച്ചതോ അല്ലെങ്കിൽ ക്രഷ് ചെയ്ത കുരുമുളകോ ചേർക്കാം. അതിനുശേഷം കായൻ പെപ്പർ 1 ടീസ്പൂൺ ചേർത്തു. അതിലേക്ക് പപ്രിക്ക 1 ടീസ്പൂൺ ചേർത്തു. കായൻ പെപ്പർ ഇല്ലെങ്കിൽ സാധാരണ മുളക് പൊടി ചേർത്താൽ മതി. പിന്നെ യോഗട്ട് അതിലേക്ക് 1 ടീസ്പൂൺ എന്ന് പറഞ്ഞാൽ സാധാരണ തൈരാണ്, നാച്ചുറൽ യോഗട്ട്. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തു. എല്ലാം നന്നായിട്ട് ചിക്കനിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് മിക്സ് ചെയ്തു. ഇതിനി അരമണിക്കൂർ ഫ്രിഡ്ജിൽ വയ്ക്കാം. ഇനി ഒരു പ്ലേറ്റോ അല്ലെങ്കിൽ ഒരു ബൗളോ എടുത്തിട്ട് അതിലേക്ക് പൊടികളെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്യണം. അതിനായിട്ട് 5 ടേബിൾ സ്പൂൺ മൈദ ചേർത്തു. മൈദയിലേക്ക് ഇനി ബാക്കി പൊടികളും കൂടെ ചേർക്കുകയാണ്. അതിനായിട്ട് കായൻ പെപ്പർ 1 ടീസ്പൂൺ ചേർത്തു. പിന്നെ പപ്രിക്ക 1 ടീസ്പൂൺ കൂടെ ചേർത്തു. അതിലേക്ക് പുട്ടിൻ്റെ പൊടി 2 ടേബിൾ സ്പൂൺ ഇട്ടു. വറുക്കുമ്പോൾ നല്ല തരിതരിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പുട്ടിൻ്റെ പൊടി തന്നെ ചേർക്കുന്നത്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കാം. എന്നിട്ട് പിന്നെ കുറച്ച് കുരുമുളകും കൂടെ. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ഈ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത ചിക്കൻ ഈ പൊടിയിലിട്ട് നന്നായിട്ട് ഉരുട്ടി നന്നായിട്ട് കോട്ടിങ് കൊടുക്കുക ചിക്കന്. കായൻ പെപ്പറിന് പകരം നമ്മൾ സാധാരണ മുളക് പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ എക്സാക്റ്റ് അതേ ടേസ്റ്റ് കിട്ടില്ല. പക്ഷേ എന്നാലും ഏകദേശം അതുപോലെയൊക്കെ തന്നെ വരും, വലിയ വ്യത്യാസം ഉണ്ടാകത്തില്ല. സോ അതുകൊണ്ട് കായൻ പെപ്പർ ഇല്ലെങ്കിലും കുഴപ്പമില്ല, സാധാരണ മുളക് പൊടി ചേർത്താൽ മതി. ഈ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുമ്പോഴൊക്കെ തന്നെ എൻ്റെ ബോയ്സ് തന്നെയാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത്. അവർക്ക് നല്ല ഇഷ്ടമാണ് ഇത് ഉണ്ടാക്കാനായിട്ട്. ഇനി വറുക്കാൻ വേണ്ടി എണ്ണ വെച്ച് നല്ല ചൂടായതിന് ശേഷം അതിലേക്ക് ഓരോ പീസ് ചിക്കൻ ഇട്ട് കൊടുക്കുക. എല്ലാ പീസും ഇട്ടു. അതിനുശേഷം ഇത് തീ ഒരുപാട് കൂട്ടി വെക്കരുത്. ഇടുമ്പോൾ തന്നെ ഇതിൻ്റെ കോട്ടിങ് എല്ലാം കരിഞ്ഞു പോകും. അതുകൊണ്ട് എപ്പോഴും ലോ ഹീറ്റ് അല്ലെങ്കിൽ മീഡിയം ഹീറ്റ് വരെ ആകാൻ പാടുള്ളൂ, അതിൽ കൂടുതലാകാൻ പാടില്ല. ഇത് ചെറുതായിട്ട് ബ്രൗണായി തുടങ്ങി കഴിയുമ്പോഴത്തേക്ക് പിന്നെ അതൊന്ന് മറിച്ചിടുക. എല്ലാ പീസും ഒന്ന് മറിച്ചിടാം. ഇതൊരു 3-4 മിനിറ്റ് കുക്ക് ചെയ്തതിന് ശേഷം വീണ്ടും ഒരു പ്രാവശ്യം കൂടെ മറിച്ചിടുക. എന്നിട്ട് ആ സൈഡ് ഇപ്പോൾ ലൈറ്റിൽ ഒരു ചെറിയ ബ്രൗൺ ആയിട്ടുണ്ടാവും. അതിനുശേഷം ഒരു പ്രാവശ്യം കൂടെ മറിച്ചിടുക. അപ്പോൾ എല്ലാ വശവും ഒരേ കളറിൽ വരാൻ വേണ്ടിയിട്ടാണ്. ഇത് മറിച്ചിടുമ്പോൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യമുണ്ട്. അത് ജെൻറ്റിലായിട്ട് വേണം അത് ഹോൾഡ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ക്രിസ്പി ആയിരിക്കുന്ന ആ കോട്ടിംഗ് എല്ലാം ഇളകിപ്പോകും. ഇപ്പോൾ നല്ല ക്രിസ്പി ഗോൾഡൻ ബ്രൗൺ ആയി വന്നിട്ടുണ്ട്. അതെല്ലാം കൂടെ ഒരു പ്ലേറ്റിലേക്ക് ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഇനി ടൊമാറ്റോ സോസ് കൂട്ടിയിട്ട് കഴിക്കാം. കുട്ടികൾക്ക് വളരെ ഇഷ്ടമാവും ഇത്. കുട്ടികൾക്ക് മാത്രമല്ല, വലിയവർക്കും. താങ്ക് യു ഫോർ വാച്ചിങ് ചീസ് പാഷൻസ്. താങ്ക് യു.